ഈ സഭയിൽ പണ്ട് ചർച്ച ചെയ്ത ഏറ്റവും വിവാദമായ ഒരു വിഷയമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂരപ്പനെ അടിച്ചുകൊണ്ടുപോയി 7.5 പൊന്നാനിയുടെ നാട്ടിൽ. അന്നത്തെ ആഭ്യന്തരമന്ത്രി സഹോ ടി കെ രാമകൃഷ്ണനായിരുന്നു. മുഖ്യമന്ത്രി ബഹുമാനായ ഇ കെ നായനാരായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വെല്ലുവിളി നടത്തി. ഏറ്റുമാനൂരപ്പനെ നിങ്ങൾക്ക് പിടിച്ചു തരാമെങ്കിൽ ഞാനൊരു പൂച്ചെണ്ട് തരാമെന്നായിരുന്നു അന്ന് നിയമസഭയിൽ പറഞ്ഞത്. ആ പൂച്ചെണ്ടിന് വേണ്ടി അല്ലെങ്കിലും ടി കെ രാമകൃഷ്ണൻ കയ്യും മെയ്യും മറന്ന അന്വേഷണത്തിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വന്ന അദ്ദേഹം തന്നെ ക്ഷേത്രത്തിൽ വന്ന സംഭവം ഞാൻ ഓർക്കുന്നു. കയറി പരിശോധിച്ചു. അന്നത്തെ ടെമ്പിൾസ് ഗാർഡ് ഡിവൈഎസ്പി വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം അന്വേഷിച്ച് 2 ആഴ്ചയ്ക്കകം അതിലെ കുറ്റവാളികളെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്നു. ആരായിരുന്നു? പാറശാലക്കാരൻ, INTUC-കാരൻ ഗുണ്ട, ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഗുണ്ട, INTUC-കാരൻ നേതാവ് സ്റ്റീഫനായിരുന്നു സാർ അന്നത്തെ പ്രതി. ആ സ്റ്റീഫൻ പ്രതിയായി വന്നു എന്ന് മാത്രമല്ല, അയാളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കുകയും ഏറ്റുമാനൂരപ്പന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കൊടുത്ത പാരമ്പര്യമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനുള്ളത്.